ഇന്ന് ഞാനൊരു വാർത്ത കണ്ട്. അതായത് റിപ്പോർട്ടർ ചാനലിന്റെ എംബ്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. വേറെ ഒന്നുമല്ല, നടിയെ ആക്രമിച്ച കേസിന്റെ കേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പൈസ വേണം അവർക്ക്. അതിന് വേണ്ടിയിട്ട് അവരൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടാണോ എന്നറിയില്ല. ഏതായാലും അവർക്ക് പൈസ വേണം, അതിന് പിരിവിനൊരുങ്ങുന്നു എന്നുള്ള തരത്തിലാണ് ഒരു വാർത്ത. അതായത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവർ പിരിവെടുത്തിട്ട് ഇറങ്ങുന്നു എന്നാണ് ഇതിനെക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ നടിമാരോടും നിങ്ങളുടെ സംഘത്തോടുമാണ്. അതായത് ഒരു പൊതുജനങ്ങൾ, ഒരു പൊതുജന അല്ലെങ്കിൽ ഒരു പണിക്ക് ഒരുത്തൻ കൂലി വാങ്ങിക്കുന്നത് ഒരു 700-800 കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1000 രൂപ മാത്രമാണ്. നിങ്ങളൊക്കെ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ്. ഇങ്ങനെ വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നാണമില്ലേ? അതായത് ഏത് സംഘടനയായാലും വേണ്ടിയില്ല, ഈ പൊതുജനങ്ങളോട് കേസ് നടത്തണം, അല്ലെങ്കിൽ ദിലീപിനെ നമുക്ക് ഇനിയും പണി കൊടുക്കണം, ദിലീപിനെ ആ ഒരു കേസിൽ എല്ലാവരെയും ശിക്ഷിച്ചതാണ്. അതുമാത്രവുമല്ല, ആ ശിക്ഷ എന്ന് പറയുന്ന അവരൊക്കെ ഇപ്പം അനുഭവിക്കുന്നുമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് ചൊറിച്ചലെഴുകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, അതായത് നിങ്ങളുടെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ തന്നെ ഒരുപാട് പുഴുക്കുത്തുകൾ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ ആരോപണ വിധേയരായ ഒരുപാട് പേര് ആ സംഘടനയിൽ ഇപ്പോഴും ഉണ്ട്. ദിലീപിനെ നിങ്ങൾ കേട്ടവാതി എല്ലാവരും ഒഴിവാക്കുകയും കൂടി ചെയ്തതാണ്. വീണ്ടും അയാളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടോ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന് ഇതിൻ്റെ അകത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഒരു കോടതി തള്ളിക്കഴിഞ്ഞാൽ അത് അപ്പീൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഗവൺമെൻറ് അപ്പീൽ പോകും. അത് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കേസ് വിളിക്കും. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സംഘടന ഇതിൻ്റെ പേരിൽ പണം പിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമല്ല. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആക്രമിക്കപ്പെട്ട ഈ നടി തന്നെ അവർ തന്നെ കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് വലിയ ബിസിനസ്മാനാണ്, നിർമ്മാതാവും അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ നടിയാണെങ്കിലും മോശമല്ലാതെ സാലറി വാങ്ങിക്കുന്നവരാണ്. അവർക്കാണെങ്കിൽ മലയാളത്തിൽ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മലയാളത്തിലുണ്ട്, മറ്റുള്ള ഭാഷകളിലുണ്ട്. അങ്ങനെയൊക്കെ പൈസ വാങ്ങിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഈ പൊതുജനങ്ങളുടെ അടുത്തു നിന്നും ഇങ്ങനെ പിടിച്ചു പറിക്കാൻ നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായ കാര്യം തന്നെയാണ്. അതായത് ഇതിനു വേണ്ടിയിട്ട് ഒരു ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറച്ച് ദൂർത്തടിക്കാം, കുറച്ച് യാത്രകൾ പോകാം, അല്ലെങ്കിൽ കുറച്ച് തിന്നാം. ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ ഉദ്ദേശം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ദൂർത്തടിക്കാനൊന്നും കഴിയുന്നില്ല. സംഭവം വേറെയൊന്നുമല്ല, ഇനിയും എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്കൊരു ഭയം, ഇനി സിനിമ കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണിയാവൂലേ. അതായത് പണ്ടുള്ള ആ ഒരു ശൗര്യമൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സിനിമ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. എന്നാലും പറയുകയാണ്, അത്യാവശ്യം ഈ നടിക്കും പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോഴും കോടികൾ, നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അവരെ സമീപിക്കുന്നതിന് പകരമാണ് ഇവിടെ ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ഇനി ജനങ്ങൾ ആരെങ്കിലും കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, ഇവർ ഫണ്ട് പിരിവ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു വാർത്ത മാത്രമാണ്, ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും അത് റിപ്പോർട്ടർ ചാനലിലെ ഒരു ആർട്ടിക്കലിൽ വന്ന വാർത്ത തന്നെയാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിച്ചോട്ടെ, അതൊന്നൊരു കുഴപ്പമല്ല. പക്ഷേ അയാളെ ശിക്ഷിച്ച് അടങ്ങും, അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെയും പോകും എന്നുള്ള തരത്തിൽ ഫണ്ട് പിരിവൊക്കെ നടക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഈ ആൾക്കാരോട് ചോദിക്കുക, ഇവിടെ എത്ര ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട് എന്നറിയാം, ഇവിടെ എത്ര ആൾക്കാർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നറിയാം, ഇവിടെ എത്ര ആൾക്കാർ വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ ഇങ്ങനെയുള്ള കേസിന് വേണ്ടിയിട്ടും ഇവരുടെ തലയിൽ കണ്ണട വെക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പണിയാണിത്, അല്ലാതെ വേറെയൊന്നുമല്ല. അല്ലാണ്ട് ഇവർക്കെല്ലാം കിട്ടുന്ന കോടികൾ ഇവർ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം ദലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതിനിടയ്ക്ക് വന്ന് പറഞ്ഞ് അവർക്ക് എന്തോ രോഗമായിരുന്നു, ഇനിയും ഒരുപാട് ലക്ഷം ചികിത്സിക്കാൻ വേണമെന്ന്. അത് ന്യായമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സിനിമയിൽ നിന്ന് കാര്യമായിട്ട് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പിന്നെ രോഗമായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹായിക്കണം. പക്ഷെ ഇത് ഒരു പോക്രിത്തരമായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിക്കാനാണ് ഈ ഒരു പേരും പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു കാര്യം. അതുകൊണ്ട് എനിക്ക് നടിയോട് പറയാനുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ മുൻനിരയിൽ ഇറങ്ങുന്നവരോട് പറയാനുള്ളതും, നിങ്ങളൊക്കെ പറയുന്നുണ്ട് മഞ്ജു വാര്യരൊക്കെ ഇതിന്റെ ഭാഗമാണ്, മഞ്ജു വാര്യർക്കൊക്കെ ഭയങ്കര ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. കോടികൾ വാങ്ങിക്കുന്ന മഞ്ജു വാര്യർക്കെന്ന ഇതിന്റെ അകത്ത് ഒരു 10-25 ലക്ഷം എന്ന തരാനില്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഉണ്ടല്ലോ, ഈ ഒരു സംഘടനയിൽ തന്നെ പല ആൾക്കാരും ഉണ്ടല്ലോ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഇട്ടാൽ പോരെ. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, എനിക്ക് പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ തോന്നിയത് ഇനി ദിലീപിനോട് പറഞ്ഞ അയാളങ്ങ് സഹായിച്ചു തന്നെയായിരുന്നു. അല്ലാതെ ഞാൻ ഇപ്പം എന്താ പറയേണ്ടത്? ദിലീപിനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്.
എടോ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ എടുക്കാന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, പല തെളിവുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോഴും നല്ല ദിലീപൊന്നും അല്ല ലോകത്ത് ആദ്യമായിട്ട് ഇതേപോലെ രക്ഷപ്പെടുന്ന മനുഷ്യൻ, ദിലീപൊന്നും അല്ല. വേറെയും ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ദിലീപിനോട് ഞാൻ ഒരു തരത്തിലും നമുക്ക് സഹതാപവുമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന്റെ ഭാഗത്തുകൂടി പറയാനുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ഇത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഭവം വന്നതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് 10 പൈസ പോലും കൊടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, നിങ്ങൾ അവരെ സഹായിക്കോ, അവർക്ക് ആഹാരം കൊടുക്കോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും ഇവരുടെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക്, കാരണം ഇവരത് ചെയ്യും. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് കേസ് നടത്താനാന്ന് പറഞ്ഞിട്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കുന്ന ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഈ പിച്ചച്ചട്ടിയുമായിട്ട് വരുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കുറച്ചൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ, ഇപ്പം നടിയോടുള്ള സ്നേഹമൊന്നും അല്ല ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ എങ്ങനെയെങ്കിലും തകർക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം ഇത് മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടിയുടെ ആ കേസിൽ അങ്ങ് ശിക്ഷിക്കപ്പെടണം, ഇല്ലെങ്കിൽ ഇതാകണം എന്നൊക്കെ അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അവരെന്താ പറയുക, എടി പൈസ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായിട്ട് എടുക്കാം, നമുക്ക് എല്ലാവർക്കും ഒരു 25 ഒരു 50,000 അങ്ങനെ വെച്ച് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ തന്നെ കുറച്ച് പൈസ ആവില്ല, അതിനെ കൊണ്ട് നമുക്ക് കേസ് നടത്താം. ഇതല്ലേ ഇവർ പറയേണ്ടത്? ഒരുത്തം പോലും അത് പറയാനില്ല, ഒരുത്തി പോലും അത് പറയാനില്ല. അവർക്കൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അയാളെ തകർക്കണം. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാനും പാടില്ല. ഇവർക്കിനി ആരെങ്കിലും ഈ കേസ് നടത്താൻ സ്പോൺസർ വരുമോ എന്നാണോ ഇവരുടെ ആഗ്രഹം? അതും എനിക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഞാനൊരു കാര്യം പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു സംഭവം പുറത്തുവിട്ടത് തന്നെ വളരെയധികം തെറ്റ് തന്നെയാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ല, എന്തിനു വേണ്ടിയിട്ട് അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെയൊക്കെ പ്ലാന്. അയാളെ കണ്ടുകൂടാ, അത്രയേ ഉള്ളൂ, വേറെയൊന്നുമല്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നല്ല അവരോടുള്ള ഭയങ്കര ആത്മാർത്ഥം കൊണ്ടൊന്നുമല്ല. ദിലീപിന് എങ്ങനെയെങ്കിലും കൊടുക്കാൻ കിട്ടുന്നൊരു ചാൻസാണിത്. ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കി കഴിഞ്ഞാലോ അവൻ്റെ അഹങ്കാരം കഴിയല്ലോ. ഇനി അവൻ്റെ പടം ഇറങ്ങൂലല്ലോ. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, ദിലീപിൻ്റെ ഒരു പടം പോലും വിജയിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്തത് 2-3 പടങ്ങൾ വരാനുണ്ട്. അപ്പോഴേക്കൊരു കേസോ കാര്യങ്ങളോ കൊടുത്ത് തലയിൽ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ട് കുറേ ആൾക്കാർ നടക്കും. ഇതിനിടയ്ക്ക് ഒരുത്തം വന്ന് പറഞ്ഞതുപോലെ ബാലചന്ദ്രകുമാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കി 2 ദിവസം അവനെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് റീച്ച് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ദിലീപിൻ്റെ അടുത്ത പടങ്ങൾ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ട് ദിലീപ് പോയിക്കോളും, അതും കൊണ്ട് ദിലീപിന്റെ അടുത്ത പടവും പൊട്ടിക്കോളും എന്നാണ് ഇവരൊക്കെ കരുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പടം നന്നായിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ പോലും പോയി കാണൂല. പിന്നെ ദിലീപിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ദിലീപിനെ ഒഴിവാക്കുന്നുമുണ്ട്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് പൈസ പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക മണ്ടത്തരം തന്നെയാണ്. അത് ഇവർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഗ്ലാസ് ഇവിടെയും വെച്ച് അത് പിന്നെ നടന്നിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെലവും കാര്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് വലിയ നീതി വാങ്ങിച്ചു കൊടുക്കാനും അതിനൊന്നുമല്ല, ഒരു തേങ്ങാക്കൂലക്കുമല്ല. ഇവരുടെ ഭക്ഷച്ചെലവിനുള്ള പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണുന്നൊരു മാർഗം. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഇതുപോലൊരു ഇങ്ങനെ കേസ് നടത്താൻ വേണ്ടിയിട്ട് പൈസ പിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇവരുടെ സംഘടനയിലാണ്, ഇവർക്ക് അവരുടെ ഒരു സഹോദരിക്കല്ലേ കൊടുക്കണോ കുറച്ച് പൈസ? എന്തിനെങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ വലിയ കാറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരി തുല്യമായ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കേ? അല്ലാതെ അതിനും ദിലീപിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം ഇരിക്കാൻ നടക്കുന്നത് നാണോ ഉളുപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവരും. നന്ദി, നമസ്കാരം.